ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. അപ്പോൾ 5ാം ക്ലാസ്സിലെ മുത്തുമണികളെ, പൊന്നും കട്ടെ ചക്കരക്കുടമേ, നമ്മൾക്ക് പഠിക്കുന്ന ഒരു മനോഹരമായ കഥയുണ്ട്. സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ പ്രകൃതി ഭംഗിയെ അലങ്കരിക്കുന്ന ഇടുക്കിക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ അവരുടെ പ്രകൃതി ഭംഗിയെ, ഇടുക്കി ഡാമിനെയൊക്കെ, നമുക്ക് ഇടുക്കി ഡാം എന്നൊക്കെ ഇപ്പം ചെറുങ്ങനെ പേടി വരുമല്ലേ. ഇടുക്കി ഡാം മറ്റേ പൊട്ടിപ്പോയ ആ ഒരു ഭയമില്ലേ. ഈ തമിഴന്മാരാണെങ്കിൽ അത് പൊട്ടിക്കാനും വിടൂല, വെള്ളം ഒലിച്ചു പോകാനും വിടൂല. പക്ഷെ അത് പൊട്ടിപ്പോയാൽ എത്ര പേര് മരിച്ചു പോകും, അതൊക്കെ നമ്മുടെ ചിന്ത വരിക. എന്നാലും നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ പ്രത്യേകതയെ, ഇടുക്കിയുടെ പ്രകൃതി ഭംഗിയെക്കുറിച്ചൊക്കെ വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ കഥയുണ്ട് 5ാം ക്ലാസ്സിലെ മുത്തുമണികൾക്ക് പഠിക്കാൻ. ഏതാണ്? സുസ്മേഷ് ചന്ദ്രോത്ത് എഴുതിയ ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്ന കഥ. ഏതാണ്? ഇടുക്കിയുടെ താജ്മഹൽ. ഇടുക്കിയിൽ താജ്മഹൽ ഉണ്ടോ സാറേ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും താജ്മഹൽ ഉണ്ട്. പക്ഷേ ഷാജഹാൻ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച താജ്മഹലല്ല. പണ്ട് വർഷങ്ങൾക്ക് മുന്നേ ബ്രിട്ടീഷുകാർ മലയാളികൾക്ക് വേണ്ടി പണി കഴിപ്പിച്ച ഒരു താജ്മഹലുണ്ട്. അതാണ് ഇടുക്കി ഡാം. ഇപ്പോൾ ഇടുക്കി ഡാമിൻ്റെ സൗന്ദര്യം, ഇടുക്കിയുടെ പ്രകൃതി ബോധം, ഇടുക്കിയുടെ പ്രകൃതി സൗന്ദര്യം എന്നിവയൊക്കെ തന്നെ വർണ്ണിക്കുന്ന മനോഹരമായ കഥയാണ് ഇടുക്കിയുടെ താജ്മഹൽ. മുംതാസിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ പണി കഴിപ്പിച്ചെങ്കിൽ മലയാളികൾക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ചാടാ നമ്മുടെ ഇടുക്കി ഡാം എന്ന് പറയുന്ന താജ്മഹൽ എന്ന് പറയുന്ന പ്രകൃതി ഭംഗി. പ്രത്യേകിച്ച് കുഞ്ഞുമക്കളായ അഖില് കഥാപാത്രമായി വരുന്ന കൊച്ചുകുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണമെന്ന് പറയല്ലേ. പക്ഷേ ഇവിടെ പാവപ്പെട്ട മാതാപിതാക്കൾ ഡൽഹിയിലുള്ള, അങ്ങ് ഉത്തരേന്ത്യയിലുള്ള, ആഗ്രയിലുള്ള താജ്മഹൽ കാണണമെന്ന് കുട്ടികൾ ആഗ്രഹിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ ഒരു താജ്മഹലാണ് കാണിച്ചു കൊടുത്തത്. ഇപ്പോൾ കഥയിലേക്ക് നമുക്ക് പോകാം. ഇപ്പം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നു ഇടുക്കിയിലെ താജ്മഹൽ. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. നമ്മൾ ഈ ക്ലാസ്സിൽ ഈ കഥ സെറ്റായിട്ട് പഠിക്കും. കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കും. വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട്. എവിടെയാണ് മക്കളെ? വെള്ളത്തൂവൽ ഗ്രാമം. ഇപ്പം നമുക്കറിയാം ഇടുക്കിയിലെ ഒരു പശ്ചാത്തലത്തിലാണ് കഥ സംഭവിക്കുന്നത് അല്ലേ. ഇവിടുത്തെ കാറ്റാണ് കാറ്റ്, ഇവിടുത്തെ മണ്ണാണ് മണ്ണ്. ആ പാട്ട് കേട്ടിട്ടേ. മലമേലെ തിരിവെച്ച് പെരിയാറിൻ തടയിട്ട് ചിരി തൂകും പെണ്ണല്ലേ ഇടുക്കി, ഇവളാണ് മിടുമിടുക്കി. ഇടുക്കിയുടെ സൗന്ദര്യത്തെക്കുറിച്ചാണ് ഈ കഥയിൽ പറയുന്നത്. വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഗ്രാമമുണ്ട് ഇടുക്കിയിൽ. പാവപ്പെട്ടവർ താമസിക്കുന്ന, സാധാരണക്കാർ താമസിക്കുന്ന, കൂലിപ്പണിക്കാർ താമസിക്കുന്ന ഒരു മനോഹരമായ ഗ്രാമം. മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട്. ഇതിലെ കഥാപാത്രത്തിൻ്റെ ഒരു പേരെന്താണ്? രാജൻ അല്ലേ. ഇവിടുത്തെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് രാജൻ. ഒരു അച്ഛനാണ്, പിതാവാണ്. 7ാം ക്ലാസ്സിൽ അവർക്ക് 2 മക്കളുണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവും. അപ്പോൾ ആരൊക്കെയാണ് മക്കളെ? അഖില് പിന്നെ അമ്മു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവുമാണ് ഇതിലെ 2 കഥാപാത്രങ്ങൾ. വേറൊന്ന് പിന്നെ രാജൻ്റെ ഭാര്യയും ഉണ്ട് കേട്ടോ. ഭാര്യയും ഒരു കഥാപാത്രമാണ്. ഇപ്പോൾ ഈ 4 കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മുടെ കഥ സഞ്ചരിക്കുന്നത്. നോക്കാം. ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു. അതായത് രാജൻ എന്ന് പറയുന്നത് അച്ഛനാണ്. ഒരു ദിവസം പണി കഴിഞ്ഞു വന്ന അച്ഛനോട് അഖിൽ ആ കുഞ്ഞുമോൻ ചോദിക്കുകയാണ്, അച്ഛാ ഈ താജ്മഹൽ എവിടെയാ? എന്നെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവാ. എന്നെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവാ അച്ഛാ. ഈ താജ്മഹൽ എവിടെയാ അച്ഛാ എന്ന് ആര് ചോദിച്ചോ? നമ്മുടെ അഖിൽ ചോദിച്ചോ. അഖിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ എന്നെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവാ ചോദിച്ചു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. നീ അച്ഛന് താജ്മഹൽ എവിടെ അറിയില്ല. താജ്മഹൽ ഉണ്ടെന്നറിയാം, പക്ഷെ എവിടെ താജ്മഹൽ അറിയില്ല. കാരണം അക്ഷരാഭ്യാസമില്ല, വിദ്യാഭ്യാസമില്ലാത്ത ആളാണ്. ഒരു കൂലിപ്പണിക്കാരനായ പാവം പിതാവാണ് ആര്? രാജൻ. അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ, പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം. അച്ഛൻ പറഞ്ഞു. കള്ളം പറയാൻ തോന്നിയിട്ടില്ല അച്ഛന്. അച്ഛൻ പറഞ്ഞു, അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ, അച്ഛന് പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം താജ്മഹൽ എവിടെയാണെന്ന്. സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു. അവിടെ പുസ്തകങ്ങളൊന്നുമില്ല, ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടാണ്. ഇപ്പം എൻ്റെ മക്കൾ മനസ്സിലാക്കുക, നമ്മുടെ കഥയിലെ ആൾക്കാർക്ക് ദാരിദ്ര്യം അല്ലേ, ദാരിദ്ര്യവും പട്ടിണിയും
നമ്മുടെ കഥയിലെ പ്രധാന ചർച്ചാ വിഷയമായി കടന്നു വരുന്നു. ദാരിദ്ര്യം, പട്ടിണി നമ്മുടെ കഥയിലെ പ്രധാന ചർച്ചാ വിഷയമാണ്. വിദ്യാഭ്യാസമില്ലാത്തത്. ഇപ്പോൾ രാജൻ പറഞ്ഞു, പിതാവ് പറഞ്ഞു, മോനെ അച്ഛൻ അറിയില്ല, അച്ഛൻ പുസ്തകം നോക്കി പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നോക്കാൻ പുസ്തകങ്ങളില്ല. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പുസ്തകങ്ങൾ ഉണ്ടാവുമോ? അതിന് പൈസ വേണ്ടേ? പൈസ ഇല്ല എന്ന് പറഞ്ഞു. അവസാനം ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ എന്ന് അച്ഛൻ കണ്ടുപിടിച്ചു. അച്ഛൻ ഒരുപാട് പേരോട് അന്വേഷിച്ച് അച്ഛൻ അവസാനം മകനോട് പറഞ്ഞു, മകനെ താജ്മഹൽ ഇന്ത്യയുടെ അങ്ങ് മുകളിലാണ്, ഉത്തരേന്ത്യയിലാണ്, ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അച്ഛാ എനിക്ക് താജ്മഹൽ കാണണം, ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ അല്ലേ? രാജനോട് അഖിൽ ചോദിച്ചു. അച്ഛാ എനിക്ക് താജ്മഹൽ കാണണം, എന്നാ ഒരു ദിവസം അങ്ങോട്ട് കൊണ്ടുപോവോ എന്നാര് ചോദിച്ചു? മകൻ ചോദിച്ചു. ഞങ്ങളെ ഒരു ദിവസം കൊണ്ടുപോകണം. ഞങ്ങളാരാ? അമ്മു, നമ്മുടെ അഖിലിൻ്റെ അനിയത്തി, കുഞ്ഞനിയത്തി, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മു. ഞങ്ങളൊരു ദിവസം താജ്മഹൽ കാണാൻ കൊണ്ടുപോകണം അച്ഛാ എന്ന് അഖിൽ അച്ഛനോട് പറഞ്ഞു. രാജൻ വളരെ നേരം ആലോചിച്ചു. പൈസ വേണമല്ലോ, ഇതെങ്ങനെ കൊണ്ടുപോവാ? പൈസ വേണമല്ലോ. അച്ഛൻ ആലോചിച്ചു. ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര. അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം. ഹിന്ദി അറിയണം. തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയം വേണം. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്കൊരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി, അല്ലേ? ഇടുക്കി എന്ന് പറയുന്നത് എന്താണ്? അത്രയും ഭ്രാന്തമായ ഒരു പ്രദേശമാണ്. ഈ പ്രാന്ത സ്ഥലത്ത് നിന്നും ഇന്ത്യയുടെ അങ്ങേ അറ്റത്തുള്ള താജ്മഹൽ കാണാൻ പോകാൻ പറ്റില്ല എന്ന് ആർക്കറിയാം? നമ്മുടെ രാജനറിയാം. പണ്ട് നടന്ന കാര്യം കേട്ടോ. ഇപ്പോൾ രാജൻ ആലോചിച്ച് നോക്കുകയാണ്. ഇന്ത്യയുടെ ഏതോ ഒരു അറ്റത്താണ് ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്തുള്ളത്? നമ്മുടെ താജ്മഹൽ ഉള്ളത്. അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം, അല്ലേ? ആഗ്ര വരെ പോകാൻ എത്ര പൈസ വേണം? ഒരുപാട് പൈസ വേണം. ആയിരക്കണക്കിന് രൂപ വേണം. ഹിന്ദി അറിയണം. തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയം വേണം. ഹിന്ദി അറിയണം, തീവണ്ടിയിൽ യാത്ര ചെയ്യാനുള്ള പരിചയം വേണമെന്നാ പറയണേ. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി. ഒരിക്കലും വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ നിന്നും താജ്മഹൽ കാണാൻ പോകാൻ കഴിയില്ല എന്ന് ആർക്ക് മനസ്സിലായി? നമ്മുടെ രാജന് മനസ്സിലായി. ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ, അല്ലേ? എന്താണ് മക്കളെ? ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ഇപ്പം ഇടുക്കിയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഗ്രാമം. ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം. ചുറ്റും ധാരാളം പച്ചമലകളുണ്ട്. അപ്പം നിങ്ങൾക്ക് ചോദ്യം വരാം, ഇടുക്കിയുടെ സൗന്ദര്യം എങ്ങനെയാണ് കഥയിൽ വർണ്ണിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ എഴുതുക, ധാരാളം പച്ചമലകൾ നിറഞ്ഞ മനോഹരമായ ഒരു താഴ്വരയാണ് ഇടുക്കി. ആ ഇടുക്കിയിൽ നിന്നാണ് ആഗ്ര എന്ന് പറയുന്ന സ്ഥലത്തേക്കുള്ള താജ്മഹൽ കാണാൻ ആർക്ക് പോകേണ്ടത്? നമ്മുടെ അഖിലിനും അച്ഛനും കൂട്ടുകാർക്കും എല്ലാം പോകേണ്ടത്. റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി. ഇപ്പം എന്തൊക്കെ കൃഷികളുണ്ട്? റബ്ബർ, അല്ലേ? ഇപ്പം ചോദ്യം വരാം, എന്തൊക്കെയാണ്? റബ്ബറുണ്ട്, കുരുമുളകുണ്ട്, പിന്നെ മക്കളെ ഏലം ഉണ്ടല്ലേ? ഏലമുണ്ട്, നെല്ലുണ്ട്, പിന്നെയോ തെങ്ങുണ്ട്. ഇപ്പം ഏലം, കുരുമുളക്, ഏലം, നെല്ല്, തെങ്ങ് തുടങ്ങിയ എല്ലാ കൃഷികളും എവിടെയുണ്ട്? നമ്മുടെ ഇടുക്കിയിലുണ്ട് എന്ന് പറയുന്നു. ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ടുണ്ടാക്കി. ചിലർ ഏലവും കുരുമുളകും ഗ്രാമ്പും കൃഷി ചെയ്തു പൈസക്ക് വേണ്ടി. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു. ഈ കൃഷി ചെയ്യുന്ന ആൾക്കാരുടെ കൂടെ കൃഷി ചെയ്യാനും ഒരുപാട് തൊഴിലാളികളുണ്ടായിരുന്നു. അത്തരത്തിൽ ഇടുക്കി എന്ന് പറയുന്നത് കർഷകരുടെ ഭൂമിയാണ്. ഇടുക്കി എന്ന് പറയുന്നത് ആരുടെ ഭൂമിയാണ് മക്കളെ? കർഷകരുടെ ഭൂമിയാണ് ഇടുക്കി എന്ന് പറയുന്നത്. അത് വ്യക്തമായി മനസ്സിലാക്കുക. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ. കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായ നമ്മുടെ കഥയിലെ കഥാപാത്രം രാജൻ, അഖിലിൻ്റെയും അമ്മുവിൻ്റെയും പിതാവ്. ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ ഈ പണ്ടത്തെ കാലത്ത് ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഈ മക്കളുടെ ആഗ്രഹം, അല്ലേ? ഇടുക്കിയിലെ വെള്ളത്തൂവൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ആഗ്രയിലെ താജ്മഹൽ കാണുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര പ്രയാസം നിറഞ്ഞ കാര്യമായിരുന്നു. അത് എങ്ങനെ കാണിക്കും? അതിനുള്ള പൈസ ഇല്ലല്ലോ എന്ന് രാജൻ ആലോചിച്ച് സങ്കടപ്പെടുകയാണ്. അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു. അച്ഛനിൽ നിന്നും മറുപടി കിട്ടുന്നില്ല. താജ്മഹൽ ആർക്ക് കാണണം? നമ്മുടെ അഖിലിന് കാണണം. അച്ഛനോട് ചോദിച്ചു, അച്ഛാ താജ്മഹൽ കാണിച്ചു തരുമോ? പക്ഷെ അച്ഛൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം എന്താ? അച്ഛൻ്റെ കയ്യിൽ പണമില്ല. അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ? അഖിൽ ചോദിച്ചു അച്ഛനോട്. അച്ഛാ അടുത്ത വെക്കേഷന് ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവാ?
ഇന്ന് എൻ്റെ ക്ലാസ്സിൽ എല്ലാവരോടും ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ കൊണ്ടുപോകുമെന്ന്. അടുത്ത വെക്കേഷൻ ഞങ്ങൾ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകണേ അച്ഛൻ കൊണ്ടുപോവോ എന്ന് ആര് ചോദിച്ചു? അഖിൽ അച്ഛനോട് ചോദിച്ചു, അച്ഛാ അടുത്ത വെക്കേഷന് ഞങ്ങൾ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവോ എന്ന് അഖിൽ ചോദിച്ചു അച്ഛനോട്. അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു. നടക്കൂലെന്നറിയാം, എന്നാലും രാജൻ അവനെ സമാധാനിപ്പിക്കാൻ രാജൻ പറഞ്ഞു, നന്നായി പഠിച്ചോ, വേനൽ പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും അല്ലേ? നന്നായി പഠിച്ചോ, വേനൽ അവധിക്ക് നമ്മൾ എവിടെ പോകുന്നു? താജ്മഹൽ കാണാൻ പോകുന്നു എന്ന് അച്ഛൻ രാജൻ തൻ്റെ മകനായ അഖിലിനോട് പറഞ്ഞു. നമ്മൾ വേനൽ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ താജ്മഹൽ കാണാൻ പോയിരിക്കും. നീ നന്നായി പഠിച്ചോ, ഉസാർക്ക് മുന്തിരിങ്ങ ഉസാർക്ക് നാരങ്ങ, നീ നന്നായി പഠിച്ചോ, നമ്മൾ വേനൽ അവധിക്ക് താജ്മഹൽ കാണാൻ പോകുമെന്ന് രാജൻ തൻ്റെ മകനോട് പറഞ്ഞു, അഖിലിനോട് പറഞ്ഞു. കുഞ്ഞുങ്ങളെ പറ്റിക്കാലോ, ആ സമയം വാക്ക് മാറ്റിയാൽ പോരെ. പക്ഷെ അഖിൽ വിടുന്നുണ്ട്, അഖിലിൻ്റെ മനസ്സിൽ അതന്നെയുണ്ട് വെക്കേഷന് പോകുന്നു. അവൻ കൂട്ടുകാരോട് സ്കൂളിലെല്ലാം പോയി പറയാൻ തുടങ്ങി, അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവോ, അച്ഛൻ ഞങ്ങൾ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോവല്ലോ എന്ന് അഖിൽ എല്ലാവരോടും പറയാൻ തുടങ്ങി. പക്ഷെ അച്ഛൻ അഖിലിനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാ അച്ഛനെ കൊണ്ടുപോകേണ്ട പാങ്ങൊന്നുമില്ല, പൈസ ഒന്നും ഇല്ലാട്ടാ. അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷം ഉണ്ടാകുക. അഖിൽ അമ്മയോട് ചോദിച്ചു. അഖിലിന് അത്ര വലിയ വിശ്വാസമില്ല അച്ഛൻ കൊണ്ടുപോകുമെന്ന്. അഖിലും എല്ലാം അമ്മയോടും ചോദിച്ചു എന്താ സംഭവിക്കാന്ന്. അച്ഛൻ കൊണ്ടുപോവാ അമ്മേ, അച്ഛൻ പറഞ്ഞ് നമ്മൾ താജ്മഹൽ കൊണ്ടുപോയി കാണിക്കുന്നു, അച്ഛൻ കൊണ്ടുപോവാ എന്ന് അഖിൽ അമ്മയോട് ചോദിച്ചു. അവർക്ക് കൃത്യമായ ഉത്തരം ഉണ്ടായിരുന്നില്ല. എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു, അമ്മയ്ക്കും അറിയാം കൊണ്ടുപോകാൻ പറ്റുമെന്നില്ല, അച്ഛനും പൈസ ഒന്നുമില്ലാന്ന്. എന്നാലും അച്ഛനും അമ്മയും അഖിലിനെ മക്കളെ സമാധാനിപ്പിക്കാൻ പറഞ്ഞു. അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും, സ്കൂൾ അടയ്ക്കട്ടെ അല്ലേ, നീ സമാധാനം ഇരിക്കടാ, അച്ഛൻ കൊണ്ടുപോകുമെന്ന് പറഞ്ഞെങ്കിൽ അച്ഛൻ കൊണ്ടുപോയിരിക്കും, നീ സമാധാനമായിരിക്കുമെന്ന് അഖിലിനോട് അമ്മ പറഞ്ഞു. അഖിലിന് സന്തോഷമായി. അച്ഛൻ കൊണ്ടുപോകല്ലെന്ന് ആയിരിക്കും സമാധാനമായി, അഖിലിന് സമാധാനമായി. അഖിൽ പറഞ്ഞു, അച്ഛനെന്നെ കൊണ്ടുപോകല്ലേ. അഖിലിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ, അച്ഛൻ കൊണ്ടുപോകുമല്ലോ വെക്കേഷന്. അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. അങ്ങനെ അഖിലിൻ്റെ മനസ്സിൽ ഫുൾ സ്വപ്നമായി. ഇപ്പം ഞാൻ ചെറുപ്പ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ 7ാം ക്ലാസ്സിലൊക്കെ സൈക്കിൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ 7 പഠിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ വണ്ടികളാണ് മക്കൾക്ക്, പണ്ട് സൈക്കിളാണ്. ഇപ്പോൾ എൻ്റെ അപ്പൻ ഓട്ടോ തൊഴിലാളിയാണ്, ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാട്ടോ എൻ്റെ അപ്പൻ. അപ്പോൾ അപ്പനോട് സൈക്കിൾ ചോദിക്കും, അപ്പം അപ്പൻ പറയും നീ പരീക്ഷ പാസ്സാവും, നിങ്ങൾക്ക് വാങ്ങിത്തരാം. അങ്ങ് 5ാം ക്ലാസ് മുതലേ ചോദിച്ചു, എൻ്റെ അപ്പം വാങ്ങി തന്നിട്ടില്ല, പൈസയില്ല. 5 കഴിഞ്ഞു, 6 കഴിഞ്ഞു, 7ാം ക്ലാസ്സിൽ എൻ്റെ അപ്പം പറഞ്ഞു നീ 7 കഴിഞ്ഞ് 8ലേക്ക് പോകുമ്പോൾ നിനക്ക് സൈക്കിൾ വാങ്ങിത്തരാമെന്ന്. ഞാൻ കൊതിയോടെ കാത്തിരുന്നു. അങ്ങനെ എൻ്റെ അപ്പൻ എനിക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുതിയൊരു സൈക്കിൾ വാങ്ങിത്തന്നു. ഞാൻ ഇങ്ങനെ ഊണിലും ഉറക്കിലും എപ്പോഴും സൈക്കിൾ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ചുവന്നൊരു സൈക്കിൾ എനിക്ക് വാങ്ങിത്തന്നു അച്ഛൻ. അതേപോലെ ഈ അഖിലും താജ്മഹൽ കാണാൻ പോകാമെന്ന ആ ഒരു സ്വപ്നത്തിലായിരുന്നു, ഫുൾ ടൈം സ്വപ്നം, താജ്മഹൽ കാണാൻ പോകുന്ന സ്വപ്നം. ഓക്കെ, അഖിലിന് സന്തോഷമായി. അവൻ താജ്മഹലിൻ്റെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്ന ഇടത്തു നിന്നെല്ലാം താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു അല്ലേ? കിട്ടാവുന്ന ഇടത്തെല്ലാം അവൻ താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. ഒരുപാട് ചിത്രങ്ങൾ അഖിൽ സൂക്ഷിച്ചു വെച്ചു താജ്മഹലിൻ്റെ. അങ്ങനെ അവൻ ഒരു ആൽബം പോലെ ആക്കി താജ്മഹലിൻ്റെ. ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും പറയുകയും ചെയ്തു. അങ്ങനെ ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും തൻ്റെ ഭാര്യയായ പ്രിയ സഖിയായ മുംതാസിൻ്റെ മരണത്തിന് ശേഷം തന്നെ മുംതാസിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഷാജഹാൻ പണി കഴിപ്പിച്ച ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ അല്ലേ? ആ താജ്മഹൽ കാണാൻ വേണ്ടിയാണ് ആര് തയ്യാറാവുന്നത്? നമ്മുടെ അഖിൽ. അങ്ങനെ അഖിൽ കിട്ടാവുന്ന കഥകളും താജ്മഹലിൻ്റെ ചിത്രങ്ങളും ചരിത്രങ്ങളും എല്ലാം സൂക്ഷിച്ച് ഒരു ആൽബമാക്കി മാറ്റി. അത്രയും കൊതിയോടെ താല്പര്യത്തോടു കൂടി അഖിൽ താജ്മഹൽ കാണാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും സമ്പാദിച്ചു. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് അമ്മയോടും അനിയത്തിയോടൊക്കെ നമ്മൾ അഖിൽ ഒരുപാട് കഥകൾ പറയാം കേട്ടോ. ഷാജഹാൻ്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ട് വന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് തൻ്റെ അമ്മയോടും അനിയത്തിയോടും അഖിൽ എന്തു ചെയ്തു? നമ്മുടെ താജ്മഹലിൻ്റെ ഒരുപാട് കഥകളും ചിത്രങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി. താജ്മഹൽ എങ്ങനെ ഉണ്ടായത്, ആരാ നിർമ്മിച്ചത്, ആർക്കു വേണ്ടിയാണെന്ന കഥകളൊക്കെ അഖിൽ എന്തു ചെയ്തു? തൻ്റെ അമ്മയ്ക്കും തൻ്റെ അനുജത്തിക്കും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഫുൾ ടൈം ഊണിനും ഉറക്കിലും എല്ലാം ആരുടെ മനസ്സിൽ താജ്മഹൽ മാത്രമേ ഉള്ളൂ? നമ്മുടെ അഖിലിൻ്റെ മനസ്സിൽ താജ്മഹൽ മാത്രമേ ഉള്ളൂ. വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല. അങ്ങനെ വേനൽ അവധിക്ക് വിനോദയാത്രയ്ക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ആര്? അഖിൽ.
അങ്ങനെ വേനലവധിയായി. അച്ഛനെന്താ പറഞ്ഞേ, ഈ വേനലവധിക്ക് എവിടെ കൊണ്ടുപോകുന്നു, താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ. അങ്ങനെ താജ്മഹൽ കാണാനുള്ള കൊതിയോടുകൂടി അഖിൽ കാത്തിരിക്കുകയാണ്. താജ്മഹൽ കാണുമല്ലോ എന്ന് വിചാരിച്ച്. ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുമല്ലോ. കൂട്ടുകാരിൽ ചിലരത് വിശ്വസിച്ചു, കുറേ പേർ അവിശ്വസിക്കുകയും ചെയ്തു അല്ലേ. നമ്മുടെ അഖിൽ എന്താ പറഞ്ഞ കൂട്ടുകാരോട്, ഞങ്ങൾ താജ്മഹൽ കാണാൻ പോവല്ലോ എന്ന് അഖിൽ കൂട്ടുകാരോട് മുഴുവൻ പറയാൻ തുടങ്ങി. ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുമല്ലോ എന്ന് അഖിൽ കൂട്ടുകാരോട് മുഴുവൻ പറഞ്ഞു നടക്കാൻ തുടങ്ങിയല്ലേ. നമ്മൾ അങ്ങനത്തെ നമ്മുടെ ചില ആഗ്രഹങ്ങൾ എല്ലാവരോടും പറഞ്ഞു നടക്കൂലേ. ഉണ്ടാവൂടെ നമ്മുടെ മനസ്സ്, ചെറിയ കുട്ടികളാകുമ്പം നമ്മുടെ മനസ്സിൽ എന്ത് ആഗ്രഹവും നമ്മുടെ മനസ്സിൽ നിൽക്കും, നമ്മൾ എല്ലാവരോടും പറഞ്ഞു നടക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലേ. ഓക്കെ, ഇപ്പോൾ അഖിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാരെ വിശ്വസിച്ചു അഖിൽ പോകുന്നു. കുറേ ആൾക്കാർ വിശ്വസിച്ചില്ല. കാരണം അഖിൽ പാവപ്പെട്ട ആളാണ്. അഖിലിൻ്റെ അച്ഛന് കൂലിപ്പണിയാണ്. അതുകൊണ്ട് ആ പൈസക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് ചിലർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തു കേട്ടോ. ദിവസങ്ങൾ ഓടിപ്പോയി. ദിവസങ്ങളെല്ലാം കഴിഞ്ഞു പോയി. അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു. പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് രാവിലെ തന്നെ സ്കൂൾ പൂട്ടി. പിറ്റേ ദിവസം തന്നെ അഖിൽ വേഗം പോയിട്ട് അച്ഛനോട് പറഞ്ഞു. എന്താ പറഞ്ഞേ? എപ്പോഴാ അച്ഛാ പിന്നെ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നേ? അച്ഛൻ പറഞ്ഞിട്ടില്ല താജ്മഹൽ കാണാൻ പോകുന്നു. എപ്പോഴാണ് ഞങ്ങൾ താജ്മഹൽ കാണാൻ പോവാ അച്ഛാ എന്നാര് പറഞ്ഞു? അഖിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ എപ്പോഴാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നേ എന്ന് അഖിൽ അച്ഛനോട് പറഞ്ഞു. രാജൻ ഞെട്ടിപ്പോയി. എന്നേ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകണല്ലേ, ഞാൻ തമാശക്ക് പറഞ്ഞായിരുന്നു, ഇവനത് വിട്ടിട്ടേ എന്ന് അച്ഛൻ ഞെട്ടിപ്പോയി. അച്ഛൻ ചോദിച്ചു, ഇവൻ മറന്നിട്ടില്ലേ ഈ കാര്യമൊന്നും? അച്ഛൻ ഞെട്ടിപ്പോയി ഇവൻ ചോദിച്ചപ്പോൾ. കാരണം അഖിലിൻ്റെ മനസ്സിൽ ഫുൾ ടൈം എന്ത് വിചാരമുള്ളൂ? താജ്മഹൽ കാണാൻ പോകണം, അവിടുത്തെ കാഴ്ചകൾ കാണണം. അതിനുവേണ്ടി ഷാജഹാൻ്റെ മുംതാസിൻ്റെ ചിത്രങ്ങളും താജ്മഹലിൻ്റെ ചിത്രങ്ങളും ചരിത്രങ്ങളും എല്ലാം സൂക്ഷിച്ച് ഒരു ആൽബം വരെ അഖിലാക്കി. അഖിൽ സ്കൂള് പൂട്ടി എന്ന് അച്ഛനോട് ചോദിച്ചു, അച്ഛാ താജ്മഹൽ കാണാൻ പോകുന്നില്ലേ, എപ്പോൾ കൊണ്ടുപോകാന്ന്? അച്ഛൻ ഞെട്ടിപ്പോയി. ഇത്രയും കാലം കൊണ്ട് അവൻ അക്കാര്യം മറന്നിട്ടുണ്ടാകുമെന്ന് സാധുവായ ഏതൊരു പിതാവിനെ പോലെ രാജനും വിചാരിച്ചു. അവൻ മറന്നു പോയിട്ടുണ്ടാകുമെന്ന് ആര് വിചാരിച്ചു? രാജൻ വിചാരിച്ചു. പക്ഷേ അഖിൽ മറന്നില്ല. അഖിലിൻ്റെ രക്തത്തിലും ഹൃദയത്തിലും താജ്മഹൽ കാണണമെന്ന ആഗ്രഹം സ്ഫുരിച്ചിരുന്നു. വാസ്തവത്തിൽ സത്യത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. ഇടയ്ക്കിടെ രാജൻ ഓർമ്മിക്കും, താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകാമല്ലോ എന്ന വാക്കൊക്കെ. പക്ഷേ അതിനുള്ള പാങ്ങില്ല, പൈസയില്ല രാജൻ്റെ കയ്യിൽ. പക്ഷേ ഒരു കൂലി വേലക്കാരൻ്റെ സ്വപ്നത്തിനു പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര. ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നിയല്ലേ. ഒരു കൂലിപ്പണിക്കാരന് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ഒരു ചെലവായിരുന്നു താജ്മഹൽ കാണാനുള്ള ചെലവ് എന്ന് രാജൻ അറിയാമായിരുന്നു. അങ്ങനെ സത്യം തുറന്നു പറയാമെന്ന് രാജൻ വിചാരിച്ചു. തൻ്റെ മകനോട് പൈസയില്ല എന്ന സത്യം തുറന്നു പറയാമെന്ന് രാജൻ വിചാരിച്ചു. മോനെ, രാജൻ തുറന്നു പറയാം. അച്ഛൻ പറയുകയാണ്, മോനെ അവിടെ വരെ പോയി വരാനുള്ള ഒരുപാട് കാശ് വേണം. അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം. ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല. അടുത്ത വർഷം എന്തായാലും അല്ലേ മോനെ, ഇക്കൊല്ലം നമുക്ക് താജ്മഹൽ കാണാൻ പോകാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമുക്ക് പൈസയില്ല, അച്ഛന് പണി കുറവാട്ടോ, കൂലിയില്ല. നമുക്ക് അടുത്ത കൊല്ലം എങ്ങനെയെങ്കിലും പോകാൻ പറ്റുമോ നോക്കാമെന്ന് അച്ഛൻ ആരോട് പറഞ്ഞു? നമ്മുടെ അഖിലിനോട് പറഞ്ഞു. അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല. ഹായ്, നല്ല മോനല്ലേ. അഖിലിന് വേണമെങ്കിൽ നിങ്ങളെപ്പോലെ പ്രശ്നമാക്കി കൂടെ? എങ്ങനെ നിങ്ങൾ കളിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞു എന്നെ കൊണ്ടുപോകുന്നത്? ഇങ്ങനെ വാക്ക് മാറ്റി പറയാ. നിങ്ങൾ എന്താ കളിച്ചേ? നിങ്ങളെന്താ വിചാരിച്ച എന്നെക്കുറിച്ച്? എൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂട്ടാ, താജ്മഹൽ കാണിക്കാൻ പോകും നിങ്ങളല്ലേ പറഞ്ഞേ. ഇപ്പോൾ വാക്ക് മാറ്റി പറയാ എന്നല്ല നമ്മൾ പറയാ അച്ഛനോട് ഇങ്ങനെ. പക്ഷേ നമ്മുടെ അഖിൽ എന്താ പറഞ്ഞേ അച്ഛനോട്? ഒന്നും പറഞ്ഞില്ല. അഖിലിൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് അറിയാം. നല്ല തക്കുട് മോനല്ലേ. അഖിൽ തിരിച്ചൊന്നും പറഞ്ഞില്ല. അഖിലിന് തൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് മുഴുവൻ അറിയാം. തൻ്റെ അച്ഛന് ശമ്പളം ഇല്ലാന്നും കൂലി ഇല്ലാന്നും പണി കുറവാന്നൊക്കെ അഖിലിനറിയാം. അതുകൊണ്ട് അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ കയ്യിൽ കാശില്ല, കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞു കേട്ടോ. ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും, അപ്പോൾ വലിയ കഷ്ടമാകും. അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട്. അഖിലും അമ്മുവും അതെല്ലാം കേൾക്കാവുന്നതാണ്. അപ്പം അച്ഛനും അമ്മയും അടുക്കളയിലെ വീട്ടിനുള്ളിൽ ഇരുന്ന് പറയുന്ന അഖിലും അമ്മുവും കേൾക്കാറുണ്ട്. പൈസ കുറവാണ്, കൂലിയില്ല, കൂലിപ്പണിയില്ല, ശമ്പളമില്ല എന്നൊക്കെ പറയുന്നേ അച്ഛനും അമ്മയും കഷ്ടപ്പാടിൻ്റെ ആ പ്രാരാബ്ധങ്ങൾ പറയുന്നത് അഖിലും അമ്മുവും കേൾക്കാറുണ്ടായിരുന്നു മക്കൾ. അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് വീട്ടിലെ അവസ്ഥ അറിയാം. അതുകൊണ്ട് അവർ ആഗ്രഹം മറച്ചു വെച്ചു. അവർ പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോയില്ല, വാശി പിടിക്കാനൊന്നും പോയില്ല. അവരുടെ ആഗ്രഹം സ്വപ്നം അവരുടെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ചു. എന്നാലും അവരുടെ ഉള്ളിൽ വിഷമമുണ്ട്, താജ്മഹൽ കാണാൻ കഴിയാത്ത സങ്കടം.
യാത്ര അടുത്ത കൊല്ലമാവാം അവർ കരുതി. എന്നാൽ പിന്നെ അച്ഛനും നമുക്ക് പൈസ ഇല്ലല്ലോ, അടുത്ത കൊല്ലം താജ്മഹൽ കാണാൻ പോകാമെന്ന് അവർ വിചാരിച്ചു. അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബവും ഉണ്ടാക്കി. അല്ലേ, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, ചിലപ്പോൾ ചോദ്യം വരാം. അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബവും ഉണ്ടാക്കി. രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി. താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു. അപ്പം അമ്മുവും അഖിലും കൂടിയിട്ട് താജ്മഹലിനെ കുറിച്ച് ഒരുപാട് ചിത്രങ്ങളും ചരിത്രരേഖകളും എല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നു. ഒരു ആൽബം ഉണ്ടാക്കി. അത് കാണുമ്പം അച്ഛനും അമ്മക്കും സങ്കടം വന്നു. ഇതിനിടയ്ക്ക് അച്ഛനും അമ്മക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഏത്? താജ്മഹൽ കാണാമെന്ന ആഗ്രഹം അച്ഛനും അമ്മക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു. കുട്ടികളുടെ വിഷമം സഹിക്കവയ്യാതെ രാജൻ കുട്ടികളോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അതിനാൽ അല്ലേ, നിങ്ങളെ ഈ അവസരത്തിൽ ഒരുപാട് ദൂരത്തേക്കൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷേ അഖിലും അമ്മുവും ആശി പിടിച്ച് കരഞ്ഞില്ല. അച്ഛനമ്മക്കും അഖിലിനെയും അമ്മുവിനെയും ആഗ്രയിലെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയായി. പണമില്ല. പക്ഷേ ഇതിനെ ചൊല്ലി അമ്മുവും അഖിലും വാശി പിടിച്ച് കരഞ്ഞ നല്ല മക്കളല്ലേ. എങ്കിലും രണ്ടുപേർക്കും ഉള്ളിൽ നല്ല വേദന ഉണ്ടായിരുന്നു. മക്കളുടെ വേദന രാജന് മനസ്സിലായി. മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെക്കുറിച്ച് അയാൾ ആലോചിച്ചിരുന്നു. മക്കൾക്ക് നല്ല വിഷമമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? രാജന് മനസ്സിലായി. എത്രയും പെട്ടെന്ന് മക്കളെയും കൂട്ടി ഒരു സ്ഥലത്തേക്ക് യാത്ര പോകാമെന്ന് രാജൻ വിചാരിച്ചു. എന്നാൽ പിന്നെ മക്കളെയും കൂട്ടി യാത്ര പോകാം. ഒരുപാട് നാളായി അവർ ആഗ്രഹമൊക്കെ മനസ്സിൽ വെച്ച് നടക്കുന്നത്. അവരെയും കൂട്ടി ഒരു യാത്ര പോകാമെന്ന് രാജൻ വിചാരിച്ചു. അങ്ങനെ മക്കളെ കൂട്ടി എവിടേക്ക് പോകണമെന്നായിരുന്നു രാജൻ്റെ ചിന്ത. കാരണം താജ്മഹലിനെ പോലെ മനോഹരമായ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണം. അവർ അത്രയും ആഗ്രഹിച്ചല്ലേ, അങ്ങനെ എവിടെ കൊണ്ടുപോകാൻ രാജൻ ചിന്തിച്ചിരിക്കുക കേട്ടോ. ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു അല്ലേ? അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ മനോഹരമായ വലിയ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു എന്ന് രാജൻ തൻ്റെ മക്കളോട് പറഞ്ഞു. അപ്പം അഖില അമ്മ ഇങ്ങനെ നോക്കി, താജ്മഹലാ? താജ്മഹൽ ഇടുക്കിയിലെ താജ്മഹലിൽ നിങ്ങളെന്തീ പറയുന്നത്? ആളെ മക്കാറാക്ക, ആളെ പറ്റിക്ക. ഇടുക്കിയിൽ താജ്മഹലുണ്ടാ? താജ്മഹൽ അങ്ങനെ ആഗ്രയിലല്ലേ എന്ന് അഖിലും അമ്മു ചിന്തിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ ജില്ലയിലെ ഇടുക്കി ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു. നമ്മുടെ ജില്ലയിൽ താജ്മഹലോ? അവർ അത്ഭുതപ്പെട്ടു. അതേതാ താജ്മഹൽ? രാജൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. രാജൻ ചിരിച്ചു. എന്തായിരിക്കും ആ താജ്മഹൽ? രാജൻ ആരെയും കൂട്ടിപ്പോയി? നമ്മുടെ മക്കളെ അമ്മുവിനെയും അഖിലിനെയും ഭാര്യയും കൂട്ടി ഇടുക്കിയിലെ താജ്മഹലെ നമ്മുടെ ഇടുക്കി ഡാം കാണിക്കാൻ കൊണ്ടുപോയി. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. പിന്നെ രാവിലെ അവരെവിടെ പുറപ്പെട്ടു? ഇടുക്കി ഡാം കാണാൻ, ഇടുക്കിയിലെ താജ്മഹൽ കാണാൻ പുറപ്പെട്ടു. വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി. വെള്ളത്തൂവലിൽ നിന്ന് സ്ഥലപ്പേരാട്ടോ. വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി 2-3 ബസ്സുകൾ മാറി മാറി കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി. അങ്ങനെ 2 ബസ് മാറി കയറി അവരൊരു ചെറിയ പട്ടണത്തിൽ വന്നെത്തി. കുട്ടികൾ ചുറ്റിനും നോക്കി. കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല. അവർ 2-3 ബസ് മാറി ഒരു സ്ഥലത്തെത്തി. അവിടെ ആളുകളൊക്കെ കുറവാണ്. ചെറിയ കവല, ചെറിയ ടൗണാണ്. വലിയ മനുഷ്യന്മാരോ കടകളൊന്നുമില്ല. എന്നാലും കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ. അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത്. മന്ദഹാസം വെച്ചാൽ പുഞ്ചിരി. അമ്മ ചെറുങ്ങനെ ചിരിക്കുന്നുണ്ട്. അമ്മയുടെ മുഖത്ത് ചെറിയൊരു മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു. രാജൻ അവരുടെ കൈ പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. രാജൻ തൻ്റെ മക്കളുടെ കൈയും പിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി പറഞ്ഞു, അതാ അതാ കാണുന്നോ ഇടുക്കിയുടെ താജ്മഹൽ. ആരാ? ഇടുക്കി ഡാം അല്ലേ. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. ഏത്? രാജനും മക്കളും കൈ ചൂണ്ടിയിട്ട് രാജൻ മക്കളോട് പറഞ്ഞു, നോക്കിടാ കുട്ടാ മുത്തുമണി, ഇതാണ് നമ്മുടെ താജ്മഹൽ, ഇടുക്കിയിലെ താജ്മഹൽ. ഏതാണ് മക്കളെ? ഇടുക്കി ഡാം. ഇടുക്കിയിലെ താജ്മഹൽ ഏതാണ്? ഇടുക്കി ഡാമാണ്. കുട്ടികൾ വിസ്മയിച്ചു പോയി. അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയായിരുന്നു അല്ലേ. കുട്ടികൾ നോക്കുമ്പോൾ ഇടുക്കി അണക്കെട്ട് ഇങ്ങനെ ആകാശത്തോളം തലയുയർത്തി ഇങ്ങനെ വി ഷേപ്പിൽ നിൽക്കുകയാണ്. അമ്മേ, ഇത് ഇടുക്കി അണക്കെട്ടല്ലേ? അമ്മ പുഞ്ചിരി തൂങ്ങി. അതേടാ. അഖിൽ അങ്ങോട്ട് ഓടാൻ ഞാഞ്ഞു. അഖിൽ വേഗം ഇടുക്കി അണക്കെട്ടിലേക്ക് ഓടാൻ തുടങ്ങി. നമ്മുടെ മക്കൾ എങ്ങനെയാ അല്ലേ, കുളമോ പുഴയോ കണ്ടാൽ നീന്താൻ അറിയുന്നില്ല, വേഗം തുള്ളാൻ പോകും. എന്ത് മണ്ടന്മാരാ. അതേപോലെ ഇടുക്കി അണക്കെട്ട് കണ്ട ഉടനെ അഖിൽ വേഗം വെള്ളത്തിലേക്ക് ഓടാൻ പോയി. ധൂമജാലേ ധൂമജാലേ എന്ന് പറഞ്ഞ പോലെ അഖിൽ ഇടുക്കി അണക്കെട്ടിലേക്ക് ഓടാൻ പോയി.
രാജൻ അവനെ പിടിച്ചു നിർത്തി. പാടില്ല, ഇടുക്കി അണക്കെട്ടിലേക്ക് പോകാൻ പാടില്ല, നമുക്ക് കാണാം, അതിൻ്റെ ഭംഗി ആസ്വദിക്കാം, നല്ല ആഴമാണ്, ഇറങ്ങാൻ പറ്റില്ല. അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി. അവരങ്ങനെ അണക്കെട്ടിൻ്റെ മുകൾ ഭാഗത്തെത്തി. പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. അങ്ങനെ പാറയൊക്കെ വെട്ടിയിട്ടൊരു പാത എന്ന് വെച്ചാൽ വഴി, അങ്ങനെ പാറയൊക്കെ വെട്ടിയിട്ട ഒരു വഴിയിലൂടെ അവർ അങ്ങോട്ട് നടന്നു. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്, നല്ല തണുപ്പുള്ള ചില്ലു വെള്ളം, നല്ല ശുദ്ധമായ വെള്ളം ആ ഇടുക്കി അണക്കെട്ടിലെ പാറകളിൽ നിന്നും ഒഴുകി വരുന്നുണ്ട്. അത്രയും പ്രകൃതി സുന്ദരമായ സ്ഥലമാണേത് നമ്മുടെ ഇടുക്കി അണക്കെട്ട്. ചില്ലുവെള്ളം, ചില്ലിൻ്റെ നിറമുള്ള തെളിനീരാണ് ഇടുക്കി അണക്കെട്ടിലെ വെള്ളം. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഇപ്പം വിസ്മയം കൊള്ളുന്ന ഏതൊരാൾക്കും കണ്ണിൽ വിസ്മയം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു അവിടെ കണ്ടത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി, വലിയ ഭിത്തി അല്ലേ. വലിയ ഭിത്തി വെച്ചാൽ ഇങ്ങനെ മതിലുണ്ടാവും കേട്ടോ, ഇങ്ങനെ വലിയ മതിൽ. ഇപ്പം ഇവിടെ എന്തുണ്ടാവും, ഇവിടെയൊക്കെ വെള്ളം ഉണ്ടാവും കേട്ടോ, ഇവിടെയൊക്കെ വെള്ളമാണേ, ഈ വെള്ളമൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭിത്തി, ഇതാണ് ഭിത്തി കേട്ടോ. ഈ ഭിത്തി വെള്ളത്തിനൊക്കെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഈ വെള്ളത്തിനൊക്കെ ഈ ഭിത്തികൾ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ സാർ ജസ്റ്റ് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു തന്നെ കേട്ടോ. ഇപ്പം ഈ ഭിത്തികൾ, ഈ വലിയ ഭിത്തികൾ എന്തുണ്ട്, ഈ വലിയ ഭിത്തികൾക്കുള്ളിൽ ഇതാ വെള്ളമുണ്ട്. ഈ വെള്ളത്തൊക്കെ ഈ ഭിത്തി തടഞ്ഞു നിർത്തിയിട്ടാണുള്ളത്. ഇപ്പം വി ഷേപ്പിൽ ഈ ഭിത്തി ഉണ്ട്. ഇവിടെയൊക്കെ എന്തുണ്ട് മക്കളെ, വെള്ളമുണ്ട് എന്നാണ് പറയണേ. ഓക്കെ, വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ അല്ലേ, 2 മലകൾക്കിടയിലാണ് ഈ വെള്ളം ഉള്ളത്. 2 മലകൾക്കിടയിൽ ഈ വെള്ളമുണ്ട്, അതാണ് ഇടുക്കി ഡാം എന്ന് പറയുന്നത്. 2 മലകൾക്കിടയിൽ ഈ വെള്ളം നമുക്ക് കാണാൻ സാധിക്കുന്നു. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി വെച്ചാൽ മതിൽ, ഭിത്തി എന്ന് വെച്ചാൽ മതിൽ. ഇപ്പോൾ 2 മലകൾക്കിടയിൽ മതിൽ കൊണ്ട് നമ്മുടെ ഇടുക്കി ഡാം തടഞ്ഞു വെച്ചിരിക്കുന്നു. ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ നിവാസികളായ കുറത്തിയും കുറവനും ആണത്രേ അത്. കുറത്തിയും കുറവനും ആദിവാസികളാണ്. അപ്പോൾ കുറത്തിയും കുറവനുമാണ്. കുറത്തി വെച്ചാൽ ആദിവാസി സ്ത്രീ, കുറവൻ വെച്ചാൽ ആദിവാസി പുരുഷൻ. ഇപ്പോൾ ഒരു ജാതി പേരാണ്, ഗോത്ര പേരാണ്. ഇപ്പോൾ ആദിവാസികളായ കുറത്തിയും കുറവനുമാണ് ഈ 2 മലകൾ എന്നാണ് വിശ്വാസം. അഖിൽ ഒന്ന് കൂക്കി വിളിച്ചു, അഖില് കൂക്കി. അപ്പം എന്തുണ്ടാവും, ഇടുക്കി ഡാം എന്ന് കൂവിയാൽ പ്രതിധ്വനി ഉണ്ടാവും അല്ലേ, അവിടെയൊക്കെ എക്കോ അടിക്കും. അഖിലൊന്ന് കൂക്കി. അപ്പോൾ അഖിലെ നിന്ന് മറുകൂക്ക് കേട്ടു. അപ്പം എക്കോ വീണ്ടും തിരിച്ചു വന്നു. അപ്പം എന്താ പറയണേ, ആ കുറുത്തിയും കുറുവനും അവർ കൂവിയതാണെന്നാ പറയണേ. കുറുവനും കുറത്തിയുമായിരിക്കും അത് കൂക്കിയെന്ന് പറയുന്നു. കാരണം എക്കോ വന്നു. അഖിൽ അവിടെ പോയിട്ട് കൂക്കിയപ്പം അവിടുത്തെ ആ ഒരു പ്രതിഫലനം കൊണ്ട് എക്കോ തിരിച്ചു വന്നു. അപ്പം അത് കുറത്തിയും കുറുവനും കൂക്കിയതാണെന്ന് അവർ വിശ്വസിച്ചു. മറുകൂക്കിട്ടത് അഖിലിന് അതോർത്തപ്പോൾ ചിരി വന്നു. അവർ കൂക്കിയല്ലോ, അഖിലിന് ചിരി വന്നു. അമ്മുവും ഒരു കുഞ്ഞിക്കോൽ കൂകി. അമ്മുവും കൂകി, അഖിലിൻ്റെ കുഞ്ഞനിയത്തിയും കൂകി അല്ലേ, അഖിലിൻ്റെ അനിയത്തിയും കൂകി. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി അത്രയും ആനന്ദിച്ച് ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതോർത്തപ്പോൾ ചിരി വന്നു. അമ്മുവും ഒരു കുഞ്ഞിക്കുവൽ കൂവി. അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം. അപ്പം നീലജലം അണക്കെട്ടിലിങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അകലെ മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ അല്ലേ, മനോഹരമായ പച്ചമലകൾ അവിടെയൊക്കെ ഉണ്ട്. ആ ഒരു കാഴ്ച നോക്കിടാ. ഈ മലകൾ ഇങ്ങനെ കിടക്കുക, പച്ച മലകൾ ഇത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എവിടെ, നമ്മൾ ഇടുക്കി ഡാമിൻ്റെ അവിടെ മലകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഈ പച്ച മലകൾക്കിടയിൽ എന്തുണ്ട്, നമ്മുടെ ഇടുക്കി ഡാം ഈ വെള്ളം ഇങ്ങനെ ഒഴുകി വരാണ്. അപ്പം അവിടെയാണ് ഈ മതിൽ കെട്ടിയിട്ടുള്ളത്. ഇടുക്കി ഡാമിൻ്റെ മതിൽ കൊണ്ട് അതിങ്ങനെ മറച്ചിട്ടുണ്ട്. ഇതാണ് മതിൽ. ഓക്കെ, ഇവിടെ ഇങ്ങനെ മറച്ചിട്ടുണ്ട്. ഇവിടെ മൊത്തം വെള്ളമാണ്. ഇപ്പം മനോഹരമായ ഇടുക്കി ഡാം. വേണമെങ്കിൽ നമുക്ക് സൂര്യനൊക്കെ ഇങ്ങനെ വരച്ചിടാം കേട്ടോ, നല്ല മനോഹരമായൊരു സൂര്യനൊക്കെ വരച്ചിടാം. ഓക്കെ, നമ്മൾ ഇടുക്കി ഡാം ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. ആ ഇടുക്കി ഡാമിനെ കുറിച്ചും ഇവിടെ പരാമർശമുണ്ട്. മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിൻ്റെ ചായം പൂശിയ ഭിത്തി, അങ്ങനെ ഭിത്തിയും അവിടെ മുമ്പിൽ കാണാൻ പറ്റും. അതിന് ഒരു റോഡിനേക്കാൾ വീതിയുണ്ട്. ഒരു റോഡിനേക്കാൾ വീതിയുള്ള ഒരു ഭിത്തി മതിലും ഇടുക്കി ഡാമിൻ്റെ വെള്ളത്തെ തടഞ്ഞവിടെ നിൽക്കുന്നു. നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു. റാ പോലെ കിടന്ന അണക്കെട്ടിൻ്റെ ഭിത്തികളെ റാ പോലെയുള്ള ഒരു ഭിത്തിയായിരുന്നു. അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി അല്ലേ. ആഗ്രയിലെ താജ്മഹൽ കാണാൻ ആഗ്രഹിച്ച
അമ്മുവിനും അഖിലിനും അച്ഛൻ രാജൻ തൻ്റെ പാവപ്പെട്ട പിതാവ് തന്നലാവുന്ന പോലെ ഇടുക്കിയിലെ ഡാം, തൻ്റെ നാട്ടിലെ പ്രകൃതി സൗന്ദര്യം തൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുക്കുകയാണ് ആ സാധാരണ പിതാവ്. അതിൽ ആ മക്കൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ. ഏറെ നേരത്തിന് ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി. അങ്ങനെ അവർ ഡാം കണ്ട് സന്തോഷത്തോടു കൂടി തിരികെ വരികയാണ്. അങ്ങനെ ബസ് ഇറങ്ങിയെടുത്ത് വീണ്ടും തിരിച്ചു വന്നു. കണ്ടു കഴിഞ്ഞില്ല, ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത്. വരൂ, കുട്ടികളോട് അച്ഛൻ പറഞ്ഞു. കണ്ടു കഴിഞ്ഞിട്ടില്ല, ഇനിയാണ് നമ്മൾ ശരിക്കും ഈ അണക്കെട്ടിനെ കാണാൻ പോകുന്നതെന്ന് കുട്ടികളോട് രാജൻ പറഞ്ഞു. കുട്ടികൾ രാജൻ്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു. കുട്ടികളെ ഹായ്, അണക്കെട്ട് ഇനിയും അണക്കെട്ട് കാണാലോ എന്ന് പറഞ്ഞ് കുട്ടികൾ രാജൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ്. തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത്. അത് കുറുവൻ മലയുടെയും കുറത്തി മലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിൻ്റെ ചുവടുഭാഗമായിരുന്നു. അങ്ങനെ രാജൻ മക്കളെ ആ രണ്ട് മലകൾക്കിടയിലെ കുറത്തി മലയിലേക്കും കുറുവൻ മലയിലേക്കും ഇടയിലേക്ക് രാജൻ മക്കളെ ഇങ്ങനെ കൊണ്ടുപോയി മനോഹരമായ പ്രകൃതിയുടെ കാഴ്ച കാണാൻ വേണ്ടി രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു. രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ടേക്ക് നടക്കുകയാണ് പ്രകൃതി ഭംഗി കാണാൻ. അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശമുള്ള മലകളും വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി. അങ്ങനെ അടുത്തേക്ക് പോകും തോറും ആ മലകളൊക്കെ വലുതായി വരുന്നതായി അമ്മുവിനും അഖിലിനും തോന്നാൻ തുടങ്ങി. അത്രയും പ്രകൃതിയോട് അണക്കെട്ടിനോട് അവർ അടുത്തടുത്തെത്തി. അടുത്തു നിന്ന് പ്രകൃതി ഭംഗിയെ കാണാൻ വേണ്ടി അവർ തയ്യാറാവുകയാണ്. സുഹൃത്തുക്കളെ, അച്ഛാ അങ്ങോട്ട് ഇനി പോകണോ? എന്ത് രസമായി അണക്കെട്ട് കാണാൻ. എനിക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ അച്ഛൻ, നമ്മൾ അങ്ങോട്ട് പോകണോ എന്ന് ആര് പറയുകയാണ്? അഖില് പറയാണ്. അമ്മും സംശയം പ്രകടിപ്പിച്ചു. അമ്മു പറയാണ്, അച്ഛനെ അങ്ങോട്ട് പോകണോ, നമുക്ക് പേടിയാട്ടോ. അമ്മു പറഞ്ഞു അച്ഛനോട്. രാജൻ അമ്മുവിൻ്റെ കൈ മുറുകെ പിടിച്ചു പറഞ്ഞു, പേടിക്കാതെ ഈ വാ, നമുക്ക് കാണാം. അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു. അച്ഛൻ്റെ കൈ പിടിച്ചപ്പോൾ, അച്ഛൻ്റെ ബലിഷ്ഠമായ കൈ പിടിച്ചപ്പോൾ അമ്മുവിന് ധൈര്യം വന്നു അണക്കെട്ട് കുറച്ചും കൂടി വലുതായി കാണാൻ വേണ്ടി. അഖിലിന് പേടി ഉണ്ടായിരുന്നു. അഖില് പേടിയൊന്നുമില്ല. അഖില് ഫുൾ ചിൽ മൂഡ്, പൊള്ളി മൂഡ്, യോയോ ഹണീസ് ഇങ്ങനെ നിൽക്കുകയാണ് അഖില്. ഏത് കാണാൻ? ഇടുക്കി ഡാം കാണാൻ. അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു. അഖിലിന് പേടി ഉണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്ത ആവേശമായിരുന്നു. അഖിലിന് വല്ലാത്ത ആവേശം അണക്കെട്ട് കാണാൻ വേണ്ടി. ഇത്രയും മനോഹരമായ ഇടുക്കിയുടെ ഈ അണക്കെട്ടിൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി അഖിലിന് വല്ലാത്തൊരു ആവേശമായിരുന്നു. അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി. അങ്ങനെ താഴ്വാരത്തിലേക്ക്, ആ മലയിലേക്ക് അവരെത്തി. ഒരു വല്ലാത്ത തണുപ്പ് അവിടെ, നല്ല തണുപ്പായിരുന്നു അല്ലേ. ഒരു വല്ലാത്ത തണുപ്പ് അവിടെ ഉണ്ടായിരുന്നു. കുറുവൻ മലയും കുറത്തി മലയും കാത്തുവയ്ക്കുന്ന അണക്കെട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ്. അപ്പം താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോൾ ആ അണക്കെട്ടിൻ്റെ സൗന്ദര്യം അവരറിഞ്ഞു എന്നാണ് പറയുന്നത്. അത്രയും മനോഹരമായ അണക്കെട്ട് അവർ നേരിട്ട് കണ്ടു. മക്കൾ, നിങ്ങൾ അണക്കെട്ട് കാണുന്നുണ്ടോ? ഈ കുടുംബത്തിൽ ഇവിടെ നിൽക്കുന്ന രാജനും അമ്മയും രണ്ട് മക്കളും, ഇതാണ് കേട്ടോ അണക്കെട്ട്. ഇത്രയും വലിയ അണക്കെട്ട് വി ആകൃതിയിൽ നിൽക്കുക. ഇതവരിങ്ങനെ കാണുവാണ്. വലിയ അണക്കെട്ട്, ആകാശമുട്ടെ പൊങ്ങി നിൽക്കുന്ന അണക്കെട്ട് കാണുകയാണ്. രാജനും മക്കളും ഭാര്യയെല്ലാം കാണുകയാണ്. എന്തൊരു ഉയരം എന്നിവർ പറഞ്ഞു. എത്ര മനുഷ്യർ പണിയെടുത്തിട്ടുണ്ടാവണം ഇത് കെട്ടിപ്പോക്കാൻ അല്ലേ. ഒരുപാട് മനുഷ്യർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പോക്കാൻ അവർ പറയാണ്. ശരിക്കും അത്ഭുതം തന്നെ അല്ലേ, ശരിക്കും അത്ഭുതം തന്നെ ഈ അണക്കെട്ടെന്ന് രാജനും ഭാര്യയും പറഞ്ഞു. വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിൻ്റെ ഏറ്റവും ചുവട്ടിലായി സിമൻറ്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരിക്കുന്നു. അങ്ങനെ അണക്കെട്ടിൻ്റെ ചുവടായി എന്തുണ്ട്? സിമൻറ്റ് ബെഞ്ചുകൾ ഉണ്ട് എന്ന് പറയുന്നു. ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു. എന്നാൽ ചെറിയൊരു ജലാശയം അവിടെയുണ്ട്. ചെറിയൊരു ജലാശയം അവരവിടെ കാണുന്നു. അവർ ചെന്ന് അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ തൊട്ടു. അങ്ങനെ അവർ പോയി അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ ഇങ്ങനെ തൊട്ടു. ഹായ്, എന്ത് രസാ അണക്കെട്ട് കാണാൻ. കുട്ടികൾ അഖിലും അമ്മും പോയി അണക്കെട്ടിൻ്റെ ഭിത്തി മതിൽ തൊട്ടു. തണുപ്പിനെ അവരിങ്ങനെ തൊട്ടു. ആ ഭിത്തി അവർ തൊട്ടു. ചെറിയൊരു ജലാശയം അവരവിടെ കണ്ടു. അവർ ചെന്ന് അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ തൊട്ടു. അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതി മാഞ്ഞു. അങ്ങനെ അണക്കെട്ടിൻ്റെ ഭിത്തി വലിയ അണക്കെട്ടോ, വലിയ മതിലാട്ടോ. അത് തൊട്ടപ്പോൾ മനസ്സിലെ ഭീതി, പേടിയും ഇല്ലാണ്ടായി എന്ന് പറയുന്നു. അണക്കെട്ട് അവർ 4 പേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്ക് തോന്നി. അങ്ങനെ അണക്കെട്ട് അവരെ ചേർത്ത് പിടിച്ച പോലെ രാജനും മക്കൾക്ക് തോന്നി എന്നാ പറയണേ. ഇനി മുകളിലേക്ക് നോക്കൂ. അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു. അയാൾ ആദ്യം മുകളിലേക്ക് തലപൊക്കി നോക്കി, പിന്നെ മറ്റുള്ളവരും. രാജൻ പറഞ്ഞു ഭാര്യയോട്,
മുകളിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ രാജൻ്റെ വാക്ക് കേട്ട് എല്ലാവരും മുകളിലേക്ക് നോക്കി. അണക്കെട്ടിൻ്റെ 4 തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദമുയർന്നു. 4 പേരുടെ തൊണ്ട കഴുത്തിൽ നിന്നും ശബ്ദമുയർന്നു. വിസ്മയത്തിൻ്റെ, അത്ഭുതത്തിൻ്റെ ശബ്ദം. ആ മഹാ അണക്കെട്ട് കണ്ട്, ഇടുക്കിയുടെ താജ്മഹൽ കണ്ട് അവർ ഞെട്ടിപ്പോയി. നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പ ശിരസ് പോലെ, അത് പാമ്പിൻ്റെ ശിരസ് പോലെ, സർപ്പ ശിരസ് പോലെ അവർ 4 തലയ്ക്ക് മീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു. അണക്കെട്ട് വലുതായി അവരുടെ മുമ്പിൽ വന്നു എന്നാ പറയണേ. ഇരുവശത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയത്. അങ്ങനെ വളവുള്ള രീതിയിലാണ് അണക്കെട്ടിനെ പണിതുയർത്തിയത്. അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം. അങ്ങനെ അണക്കെട്ടിൻ്റെ താഴെ നിന്ന് അവരെ ആ അണക്കെട്ടിൻ്റെ സൗന്ദര്യം കണ്ടു എന്നാണ് മക്കളെ പറയണത്. അഖിലും അമ്മുവും കണ്ണുകൾ അടച്ചു. അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി. അങ്ങനെ കാലങ്ങളായി അണക്കെട്ടിൽ പറ്റിപ്പിടിച്ച വെള്ളത്തിൻ്റെ തണുപ്പ് അമ്മുവിൻ്റെയും അഖിലിൻ്റെയും അച്ഛൻ്റെയും അമ്മയുടെയും മേത്തിങ്ങനെ വന്ന് പൊതിയാൻ തുടങ്ങി. ആ അണക്കെട്ട് തണുപ്പ് അവരെ മേത്തിങ്ങനെ വരാൻ തുടങ്ങി കേട്ടോ. മേലിൽ ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി. ഒരു അമ്മയെപ്പോലെ അണക്കെട്ടിൻ്റെ തണുപ്പ് അവരുടെ അടുത്തേക്ക് ഇങ്ങനെ വരാൻ തുടങ്ങി. കാതുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഇരമ്പം അവരറിഞ്ഞു. പ്രപഞ്ചത്തിൻ്റെ ഇരമ്പം വെച്ച ശബ്ദം, ആ പ്രപഞ്ചത്തിൻ്റെ ശബ്ദവും തണുപ്പും അവരുടെ അടുത്തേക്ക് വന്നു. അവരതറിഞ്ഞു. അവർക്കാദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി. ആദ്യം അണക്കെട്ട് കണ്ടപ്പോൾ, ആ കൂറ്റൻ മതിൽ കണ്ടപ്പോൾ, ആ കൂറ്റൻ വെള്ളം കണ്ടപ്പോൾ തോന്നിയ ഭയം അങ്ങനെ ഇല്ലാതായി എന്നാ പറയണേ. അണക്കെട്ടമ്മേ, അഖിലാണ് ആദ്യം അങ്ങനെ നിലവിളിച്ചത്. ഹായ് അണക്കെട്ടമ്മേ, അണക്കെട്ടമ്മേ എന്ന് അഖില് നിലവിളിച്ചു. പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമ്മു, പിന്നെ ഏട്ടനെ അനുകരിച്ച അമ്മു ആ കുഞ്ഞനെത്തിയും പറഞ്ഞ് ആ അണക്കെട്ട് അണക്കെട്ട് എന്ന് അമ്മുവും അഖിലും മാറി മാറി നിലവിളിച്ചു. അവരുടെ കണ്ണുകളിൽ അത്ഭുതം വന്നു. ആഗ്രയിലെ താജ്മഹൽ കാണാൻ ആഗ്രഹിച്ച മക്കള് നമ്മുടെ നാട്ടിലെ ഇടുക്കിയിലെ താജ്മഹൽ കണ്ടു. ഇടുക്കി ഡാമിൻ്റെ സൗന്ദര്യം കണ്ട്, അണക്കെട്ട് സൗന്ദര്യം കണ്ട് അവർ ഞെട്ടിയിരിക്കുകയാണ്. അത്ഭുത വിസ്മയത്തോടെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലെ, രാജന് പറയാൻ തുടങ്ങിയല്ലേ, ഇതാണ് നമ്മുടെ നാട്ടിലെ. രാജൻ പറഞ്ഞു മക്കളോട്, താജ്മഹൽ, ഇതാണ് ഇടുക്കിയിലെ താജ്മഹൽ എന്ന് രാജൻ തൻ്റെ മക്കളോട് പറഞ്ഞു. കുട്ടികൾ പൂരിപ്പിച്ചു. രാജനും ഭാര്യയും ചിരിച്ചു. അല്ലേ, ഇടുക്കിയിലെ താജ്മഹൽ എന്ന് രാജൻ പറഞ്ഞപ്പോൾ കുട്ടികൾ ചിരിച്ചു. രാജനും ഭാര്യയും മക്കളും എല്ലാവരും ഹാപ്പി. അഖിലും അമ്മുവും ഭാര്യയും രാജനും എല്ലാവരും ഹാപ്പി. അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രകൃതി സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ മനോഹരമായ കഥയാണ് ഏത്, ഇടുക്കിയിലെ താജ്മഹൽ. ഇനി നമുക്ക് നമ്മുടെ എഴുത്തുകാരനെ പെട്ടെന്ന് പരിചയപ്പെടാം. ഹായ്, നല്ല ചിരിയല്ല, താടിയൊക്കെ വെച്ച് നല്ല ചിരി. സുസ്മേഷ് ചന്ദ്രോത്ത് മലയാളത്തിലെ എഴുത്തുകാരിൽ പ്രമുഖനാണ്. സുസ്മേഷ് ചന്ദ്രോത്ത് 1977 ഏപ്രിൽ 1 ഇടുക്കി ജില്ലയിലെ വെള്ളത്തൂവൽ ജനിച്ചു. ഇദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് വെള്ളത്തൂവൽ. 2009 KA കൊടുങ്ങല്ലൂർ കഥാപുരസ്കാരത്തിന് മരണവിദ്യാലയം എന്ന കഥാസമാഹാരം അർഹമായി. മുണ്ടൂർ കൃഷ്ണക്കുട്ടി കഥാപുരസ്കാരം, CV ശ്രീരാമൻ സ്മൃതി പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ്, TV കൊച്ചുബാവ പുരസ്കാരം. 2006 പകൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതി. ആതിര, ടെൻസി, മരിച്ചവരുടെ കടൽ എന്നീ ഹ്രസ്വ സിനിമകൾക്ക് തിരക്കഥ എഴുതി. അങ്ങനെ തിരക്കഥകളും കഥകളും ഒക്കെ എഴുതി മലയാള സാഹിത്യത്തിന് തൻ്റേതായ സംഭാവനകൾ നൽകിയ എഴുത്തുകാരാണ് ആരെ, നമ്മുടെ സുസ്മേഷ് ചന്ദ്രോത്ത്. ഇനി നമുക്ക് ഈ കഥയുടെ ആശയം പെട്ടെന്ന് വായിക്കാം. കഥ മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നമ്മുടെ കഥയുടെ ആശയം ഒന്ന് പെട്ടെന്ന് വായിച്ചാലോ മക്കളെ? കഥ മനസ്സിലായില്ല, സെറ്റല്ലേ? ഇനി നമുക്കിതിൻ്റെ ഒരു ആശയം പെട്ടെന്ന് വായിച്ചു പോകാം. അഖിൽ എന്ന കുട്ടിയുടെ താജ്മഹൽ കാണാനുള്ള ആഗ്രഹമാണ് ഇടുക്കിയിലെ താജ്മഹൽ എന്ന കഥയെ മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അഖിൽ എന്ന കുട്ടിക്ക് ഇടുക്കിയിലെ താജ്മഹൽ കാണാനുള്ള ആഗ്രഹമാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ കുട്ടികളെ ബോധ്യപ്പെടുത്തുന്ന രക്ഷിതാക്കൾ ഈ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് സന്ദർഭത്തിൽ ഗൗരവം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന കുട്ടികൾ യഥാർത്ഥ ബോധ്യത്തോടെ തൻ്റെ ആഗ്രഹത്തെ ജീവിത ചുറ്റുപാടുകളോട് ഇണക്കുകയും ഭാവനാപൂർണമായി സമന്വയിപ്പിക്കുകയുമാണ് അഖിൽ ചെയ്യുന്നത്. അല്ലേ, കഷ്ടപ്പാടുകളിൽ ജീവിച്ച മക്കളാണ്. അതുകൊണ്ട് അവർക്ക് അച്ഛൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് അറിയാം. അച്ഛന് പൈസ ഇല്ലാത്തത് കൊണ്ടാണ് താജ്മഹൽ കാണാൻ പോകാൻ കഴിയാത്തതെന്ന് അറിയുന്ന നല്ല മക്കളാണ് നമ്മുടെ കഥയിലെ അഖിലും അമ്മുവും. തങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലുള്ള താജ്മഹലിനെ കുട്ടികൾ അച്ഛനമ്മമാരുടെ സഹായത്തോടെയാണ് കാണുന്നത്, അല്ലെ കണ്ടെത്തുന്നത്. ആഗ്രയിലെ താജ്മഹൽ കാണണമെന്ന് ആഗ്രഹിച്ച അഖിലും അമ്മുവും എന്താണ് നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഇടുക്കിയിലെ നമ്മുടെ താജ്മഹൽ കാണുന്നു, അതിൽ സന്തോഷിക്കുന്നു. അതാണ് കഥയിലെ ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. അകലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും കാണാനും അറിയാനും ആസ്വദിക്കാനുമുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ടെന്ന് കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മക്കളെ, ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആട്ടോ കഥയിലെ. എന്താണ്? അകലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലും കാണാനും അറിയാനും ആസ്വദിക്കാനുമുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഉണ്ടെന്ന് കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ അകലെയുള്ള സ്ഥലത്ത് മാത്രമല്ല,
നമ്മുടെ നാട്ടിലും ഇത്തരത്തിലുള്ള സുന്ദരമായ സ്ഥലങ്ങളുണ്ട്, നല്ല സൗന്ദര്യമുള്ള സ്ഥലങ്ങളുണ്ട് എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ അത്ഭുതങ്ങൾ തേടി, നമ്മുടെ ഇതിഹാസങ്ങളെ തേടി, ലോകാത്ഭുതങ്ങൾ, വലിയ സ്ഥലങ്ങൾ, സുന്ദരമായ ഇടങ്ങൾ തേടി ദൂരേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ മനോഹരങ്ങളായ സ്ഥലങ്ങളുണ്ട് എന്ന് കഥ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരുന്ന വെള്ളത്തിൻ്റെ തണുപ്പും പ്രപഞ്ചത്തിൻ്റെ ഇരമ്പലുമെല്ലാം അണക്കെട്ട് ആ കുടുംബത്തെ അനുഭവിപ്പിച്ചു. ആ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം, പ്രപഞ്ചത്തിൻ്റെ മഹാരഹസ്യം ആ കുടുംബത്തെ ആ അണക്കെട്ട് പഠിപ്പിക്കുകയാണ്. നീലാകാശത്തിന് താഴെ സർപ്പശരത് പോലെ, അതായത് ഈ സർപ്പം പോലെ, പാമ്പ് പോലെ കുടുംബാംഗങ്ങളുടെ തലയ്ക്ക് മീതെ മറ പിടിച്ച് അണക്കെട്ട് ഇടുക്കിയിലെ താജ്മഹൽ തന്നെയാണെന്ന് അവർക്ക് ബോധ്യമായി. അങ്ങനെ ലോകാത്ഭുതങ്ങളിൽ ഒന്നുകൂടി ആവേണ്ടതാണ് ഈ അണക്കെട്ട് എന്ന് പറയുന്നത്. ഇത്രയും വലിയ അണക്കെട്ട് അവരുടെ മുന്നിൽ കാലങ്ങളായി വെള്ളം സൂക്ഷിച്ചു വെച്ച അണക്കെട്ടിൻ്റെ തണുപ്പും ആ പ്രകൃതിയുടെ ഇരമ്പലും അവരുടെ കൺമുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. ആ കാഴ്ച, സുന്ദരമായ കാഴ്ച അവരുടെ കണ്ണുകളെ വിസ്മയത്തിലേക്ക് അടുപ്പിച്ചു എന്നാണ് ഈ കഥ നമ്മോട് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ മികവും നേട്ടവും സുന്ദരമാണെന്ന് കൂടി ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരു ചോദ്യം കൂടിയുണ്ട്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല, ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ്? അല്ലെ, നമ്മുടെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും. അതിൻ്റെ ആശയം എന്താണ്? നമ്മുടെ മുന്നിലെ കാര്യങ്ങൾക്ക് നമ്മളെ വില കൊടുക്കുന്നില്ല. നമ്മളെ അങ്ങുള്ള താജ്മഹലിന് നമ്മൾ വില കൊടുക്കുന്നത്, ഇങ്ങുള്ള ഇടുക്കി ഡാം നമുക്ക് കാണാൻ സമയമില്ല. ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല. ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യം ഇല്ലായിരുന്നു. എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത്. നിങ്ങളുടെ നാട്ടിലുമില്ല ഇതേപോലെ മനോഹരങ്ങളായ പ്രദേശങ്ങൾ? മാതാപിതാക്കളോടൊപ്പം അവിടെ സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ, നോട്ട് പുസ്തകത്തിൽ എഴുതൂ. മക്കളെ, നിങ്ങൾ സഞ്ചരിച്ച നിങ്ങളുടെ നാട്ടിൽ ഏതെങ്കിലും സ്ഥലം, അതിനെക്കുറിച്ച് ഏതാണ് ചോദ്യം. സാർ ഉദാഹരണം പോലെ ഒരു സാധനം പറഞ്ഞുതരാം. നിങ്ങളെന്ത് വേണം? നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും നല്ല മനോഹരങ്ങളായ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കി, യാത്രാ വിവരണം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കണം കേട്ടോ. പലപ്പോഴും നമ്മുടെ തൊട്ടടുത്തുള്ള മഹത്തുക്കളെ അവഗണിക്കുകയും അകലെയുള്ള പ്രശസ്തരെ തോളിലേറ്റുകയും ചെയ്യുക എന്ന് നമ്മുടെ ഒരു രീതിയാണ്. നമ്മുടെ അടുത്തുള്ള ആൾ നമ്മളെ വില കൽപ്പിക്കില്ല, ദൂരെയുള്ള ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കുക? വില കൽപ്പിക്കുക. പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞതാണ് എൻ്റെ വെള്ളാർമല നാട്. ഇപ്പം വെള്ളാർമല നാടിനെ കുറിച്ചാണ് ഇവിടെ എഴുതുന്നത്. വരിവരിയായി നിൽക്കുന്ന മലനിരകൾ, പച്ചപ്പട്ടു വിരിച്ച കുന്നുകളും പുൽമേടുകളും, അവയ്ക്ക് മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേഘക്കൂട്ടങ്ങൾ. അപ്പോൾ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. തലയുയർത്തി നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിൽ കൊച്ചു സത്യങ്ങളും നിറഞ്ഞ വലിയ കാടുകൾ. അപ്പോൾ വലിയ കാടുകളും ആ സ്ഥലത്തുണ്ടെന്ന് വ്യക്തം. ആമയും മാനും പുലിയുമെല്ലാം സ്വന്തമായി വിഹരിക്കുന്നുണ്ട് ഇവിടെ. മൂളിപ്പാട്ടും പാടി ഒഴുകുന്ന കാട്ടാറുകളും അരുവികളും അവിടെ ഇവിടെ കാണാം. അപ്പോൾ അരുവികളും കാട്ടാറുകളും എല്ലാം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. പല വർണ്ണക്കുടകൾ നിവർത്തിയതുപോലെ പൊയ്കകളിൽ നിറഞ്ഞു നിൽക്കുന്ന താമരയും ആമ്പലും, നാനാവർണ്ണങ്ങളിലുള്ള ഉടുപ്പിട്ട കിളികൾ മരക്കൊമ്പിലിരുന്ന് വിവിധ പാട്ടുകൾ പാടുന്നു. അപ്പോൾ കിളികളും പ്രകൃതിയും എല്ലാം ഒത്തിണങ്ങിയ മനോഹരമായ സ്ഥലമാണ് എൻ്റെ വെള്ളാർ നാട് എന്നാണ് ഇവിടെ ഉദാഹരണമായി സാറ് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടിലൊരു വിശേഷം എഴുതുക കേട്ടോ. ചക്കയും മാങ്ങയും പോലെ രുചിയേറും ഫലങ്ങൾ നിറഞ്ഞ നേട്ടങ്ങൾ നിറവും അണവും കൊണ്ട് ആരെയും ആകർഷിക്കുന്നു. അപ്പോൾ ഫലഭൂഷ്ടങ്ങൾ നിറഞ്ഞ, കനികൾ നിറഞ്ഞ, മാമ്പഴവും ചക്കയും മാങ്ങയും തേങ്ങയും എല്ലാം നിറഞ്ഞ ഒരു മനോഹരമായ നാട്. പൂക്കൾ ഒരുക്കിയ പൂന്തോട്ടങ്ങൾ, സ്വർണ്ണക്കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ, പറമ്പുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കിടാങ്ങൾ, ഇളം കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന തെങ്ങുകൾ. വെള്ളാർമലയുടെ സുന്ദര കാഴ്ചകൾ പറഞ്ഞാൽ തീരില്ല. അത്തരത്തിൽ പ്രകൃതി ഭംഗി നിറഞ്ഞ ആ സൗന്ദര്യമുള്ള കാഴ്ചകളെ അടയാളപ്പെടുത്തുകയാണ് എൻ്റെ നാട്, വെള്ളാർമല നാട്. ഇത് ഉദാഹരണങ്ങളായി സാറൊരു ഒരു പ്രകൃതി ഭംഗിയെക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ. നിങ്ങൾ എന്ത് വേണം? നിങ്ങളുടെ നാട്ടിൽ ഉള്ള ഒരു പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ട് ഒരു കുറിപ്പ് എഴുതുക. അതേപോലെ തന്നെ യാത്രാ വിവരണം. നിങ്ങൾ സ്ഥലത്ത് യാത്ര പോയാൽ ആ യാത്ര പോയ സ്ഥലത്തെക്കുറിച്ച് വിവരം നിങ്ങൾക്ക് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചത് ഇടുക്കിയിലെ താജ്മഹൽ എന്ന് പറയുന്ന കഥയാണ്. ഇടുക്കിയുടെ താജ്മഹലിലെ പ്രധാന കഥാപാത്രങ്ങൾ അച്ഛൻ രാജൻ, ഭാര്യ, മകനായ അഖില് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അമ്മു 5 പഠിക്കുന്നു. ഈ അഖിലിന് താജ്മഹൽ കാണണം, ആഗ്രയിലുള്ള താജ്മഹൽ. പക്ഷേ അച്ഛൻ്റെ കയ്യിൽ എന്തില്ല? പണമില്ല. അച്ഛൻ്റെ കയ്യിൽ അഖിലിനെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകേണ്ട പൈസ ഇല്ല. അതുകൊണ്ട് അച്ഛൻ തന്നെ ഇടുക്കിയിലെ അണക്കെട്ട് കാണിക്കുന്നു. അണക്കെട്ട് ചൂണ്ടി
കണ്ടിട്ട് അച്ഛൻ പറയുകയാണ്, ഇതാണ് മകനെ ഇടുക്കിയിലെ താജ്മഹൽ എന്ന്. ഇടുക്കിയിലെ താജ്മഹൽ കണ്ട് അത്ഭുതപ്പെടുകയാണ് ആര്? അഖിലും അമ്മുവും. ഈ അഖിലും അമ്മുവും ഈ താജ്മഹലിനെ കണ്ട് അനുഭവപ്പെട്ട ആ അനുഭവത്തിൻ്റെ ആ കഥയാണ്, ആ ആവിഷ്കാരമാണ്, മലയാളികളുടെ പ്രകൃതി ഭംഗിയുടെ ഒരു ആവിഷ്കാരമാണ് നമ്മുടെ സുഷ്മിത് ചന്ദ്രോത്തിൻ്റെ ഏത് കഥ? ഇടുക്കിയുടെ താജ്മഹൽ എന്ന് പറയുന്ന കഥ. അപ്പോൾ നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് ഇടുക്കി ഡാം. ഇടുക്കി ഡാം ഇപ്പോൾ നമ്മളെ പേടിപ്പിക്കുന്നുണ്ടല്ലോ, എപ്പം പൊട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ പൊട്ടുന്നില്ല. എന്നാലും ഇടുക്കി ഡാമിൻ്റെ പ്രത്യേകത, ആ ഭംഗിയൊക്കെ വിവരിച്ച് ഇടുക്കി ഡാമിനെ നമ്മുടെ താജ്മഹലായി കണ്ടെഴുതിയ മനോഹരമായ കഥയാണ് നമ്മുടെ സുഷ്മിത് ചന്ദ്രോത്തിൻ്റെ ഇടുക്കിയുടെ താജ്മഹൽ. അപ്പോൾ എല്ലാവരും കഥ നന്നായി പഠിക്കുക, നല്ലോണം മാർക്ക് സ്കോർ ചെയ്യുക. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.